Hello dear students, welcome back to School at Home. Today we are going to study about a new chapter, that is Unravelling Genetic Mysteries. This chapter is very different compared to other chapters what have we studied before, because on the first chapter we have discussed about our central nervous system, that is our brain, and in the second chapter is all about the sense organs like eye, nose, ear, tongue, skin, etc. Then in the third chapter, we have discussed all type of hormones in our body. In the fourth chapter, we have discussed the different type of diseases and its causative organisms. Finally, in the fifth chapter is about the defensive mechanisms of our body against these kinds of diseases. Moreover, we can easily connect these chapters with our body and nature. And also, we are very familiar to the topics like brain, eyes, nose, skin, tongue, because these are our organs, which is very important to keep our homeostasis. But in this chapter, we are going to study about DNA, RNA, genes, genetical problems, alleles, traits, and whatever it is. We are not supposed to familiar on this. In chance, any one of you heard all about this, but don't know what is it exactly. Okay? സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ചാപ്റ്റർ മറ്റുള്ള ചാപ്റ്ററിൽ നിന്ന് വളരെയധികം ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ചാപ്റ്ററുകളെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാമായിരുന്നു. അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമായിരുന്നു. ബ്രെയിനെ കുറിച്ചിട്ടായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിരുന്നത്, പിന്നെ സെൻസ് ഓർഗൻസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഡിസീസസിനെ കുറിച്ചിട്ടൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്ക് ഈസിലി എല്ലാ കാര്യങ്ങളും നമുക്കത് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. എന്നാൽ ഇനി പഠിക്കാൻ പോകുന്ന 3 ചാപ്റ്റേഴ്സും കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം അത് DNA, RNA, ജീൻ തെറാപ്പി, ദെൻ എവല്യൂഷൻ, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇനിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതെന്താ ഇങ്ങനെ, ബയോളജിയിൽ എന്താ ഇങ്ങനെ പഠിക്കുന്നത്, അങ്ങനെയെല്ലാം നമുക്ക് തോന്നും. പക്ഷെ പിന്നീട് ആ ഒരു ടോപ്പിക്കിനോട് പരിചയമായിട്ട് വരുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും. സോ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കതെല്ലാം ക്ലിയർ ഔട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങളെല്ലാവരും ക്ലാസ് കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. സോ ഞാൻ ഈ ഒരു ചാപ്റ്ററിന് മുന്നോടിയായി പറയുന്ന ഇൻട്രൊഡക്ഷൻ കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫസ്റ്റ് നമ്മളൊരു പിക്ചർ കാണും അല്ലേ? അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിലും ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൽ കാണുന്നത്? അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധമാണ് അല്ലേ? ഇവിടെ മാനുണ്ട്, മാൻകുട്ടിയുണ്ട്, പൂച്ചയുണ്ട്, പൂച്ചക്കുട്ടികളുമുണ്ട്, അമ്മയും കുഞ്ഞുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിക്ചർ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്? യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ചിൽഡ്രൻ അക്വയർ സെർട്ടൻ ഫീച്ചേഴ്സ് ഫ്രം ദെയർ പാരൻസ്. നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, പാരൻസിൽ നിന്ന് കുട്ടികൾക്ക് ചില സവിശേഷതകൾ കിട്ടുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ബർത്ത് ഉണ്ടായ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ പറയും അച്ഛനെ പോലെയാണ്, അല്ലെങ്കിൽ അമ്മയെ പോലെയാണ്, മൂക്ക് അച്ഛനെ പോലെയാണ്, കണ്ണ് അമ്മയെ പോലെയാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോൾ ചില ഫീച്ചേഴ്സ് പാരൻസിൽ നിന്ന് മക്കൾക്ക് കിട്ടുന്നതായിരിക്കും. Besides, don't the children show certain features different from their parents? എന്നാൽ പാരൻസിൽ നിന്ന് വിഭിന്നമായി ചില സവിശേഷതകൾ കുട്ടികൾക്കുണ്ടായിരിക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ചില ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് കിട്ടുന്നത് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നുമാവും, അതായത് പാരൻസിൽ നിന്നായിരിക്കാം. എന്നാൽ അവരിൽ നിന്നും വിപരീതമായി നമുക്ക് എന്തുണ്ടാവാം? ചില സവിശേഷതകൾ ഉണ്ടായിരിക്കും അല്ലേ? Children may inherit certain features either from their mother or father. Features that are not seen in parents may also be found in children. അപ്പോൾ കുട്ടികൾക്ക് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്ന സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ അവരിൽ നിന്നും അല്ലാതെയുള്ള സവിശേഷതകളും ആരിൽ കണ്ടുവരുന്നുണ്ട്? കുട്ടികൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യരാവണമെന്നൊന്നുമില്ല കേട്ടോ, എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടാകുന്ന സവിശേഷതയാണിത്. ഇവിടെ മാനിലാണെങ്കിൽ മാനിൻ്റെ കുട്ടികൾക്കും എന്തുണ്ടായിരിക്കാം? ആ ഒരു പാരൻസിൽ നിന്ന് കിട്ടുന്ന സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഈ പൂച്ചയായിക്കോട്ടെ, എന്നാൽ അവർക്കും സെർട്ടൻ ക്യാരക്ടേഴ്സ് ആരിൽ നിന്ന് വിപരീതമായി ഉണ്ടാക്കാം? പാരൻസിൽ നിന്ന് വിപരീതമായി ഉണ്ടാക്കാം. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു പിക്ചർ ആയും തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. The transmission of features of parents to offspring is termed as heredity. So, പാരൻസിൽ നിന്ന് ഓസ്പ്രിങ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ കേട്ടോ. അപ്പോൾ പാരൻസിൽ നിന്ന് ഉണ്ടാകുന്ന മക്കളുണ്ടല്ലോ, അതിനെയാണ് ഓസ്പ്രിങ് എന്ന് പറയുന്നത്. സോ പാരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സിനെയാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പാരൻസിൻ്റെ പോലെയുള്ള ചില സവിശേഷതകൾ മക്കൾക്കുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചറിനെ പറയുന്നത് ഹെറിഡിറ്റി എന്നാണ്. പാരമ്പര്യമായി കിട്ടുകയെന്ന് പറയില്ലേ, അതാണ് ഹെറിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പാരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് മക്കൾക്ക് കിട്ടുന്ന സവിശേഷതകളെ ഹെറിഡിറ്റി എന്ന് പറയും. ദ ഫീച്ചേഴ്സ് സീൻ ഇൻ ഓസ്പ്രിങ്സ് ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദെയർ പാരൻസ് ആർ കോൾഡ് വേരിയേഷൻസ്. എന്നാൽ ചില സവിശേഷതകൾ ഓസ്പ്രിങ്സിന് മാത്രമുള്ളതായിരിക്കാം,
അത് പാരൻസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതിനെയാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. സോ പാരൻസിൽ നിന്ന് മക്കൾക്ക് കിട്ടുന്ന ഫീച്ചേഴ്സിനെ ഹെറിഡിറ്റി എന്നും എന്നാൽ അതിന് വിപരീതമായി കിട്ടുന്ന ചില സവിശേഷതകളെ വാരിയേഷൻസ് എന്നും പറയും. ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻസ് ഈസ് കോൾഡ് ജെനറ്റിക്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഹെറിഡിറ്റിയും വേരിയേഷൻസിനും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെനറ്റിക്സ്. എന്താ പറയുന്നത്? ജെനറ്റിക്സ്. സോ ജെനറ്റിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഹെറിഡിറ്റിയെയും വേരിയേഷൻസിനെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ, ബ്രാഞ്ച് ഓഫ് സയൻസ്. എമർജൻസ് ഓഫ് ജെനറ്റിക്സ്. ഇനി എങ്ങനെയാണ് ജെനറ്റിക്സിന്റെ ഉത്ഭവം എന്ന് നമുക്ക് നോക്കാം. ദ ഇൻഫറൻസസ് ഫോർമുലേറ്റഡ് ബൈ എ സയന്റിസ്റ്റ് നെയ്മഡ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ on the basis of hybridization experiments carried out in pea plants led to the foundation of genetics. Mendel is considered as the father of genetics. So geneticsന്റെ പിതാവ്, ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ ജോഹാൻ മെൻഡലാണ്. അദ്ദേഹം ഒരു പ്ലാന്റിൽ നടത്തിയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ആണ് ജെനറ്റിക്സിന്റെ ഉത്ഭവത്തിന് കാരണം. സോ ഏത് പ്ലാന്റിലാണ് മെൻഡൽ എക്സ്പെരിമെന്റ് നടത്തിയത്? പീ പ്ലാന്റ്സിലാണ് കേട്ടോ. പയർ ചെടിയിൽ, സാധാ നമ്മുടെ പയർ ചെടി, ആ പയർ ചെടിയിലാണ് മെൻഡൽ പരീക്ഷണം നടത്തിയത്. എങ്ങനെയുള്ള പരീക്ഷണങ്ങളാണ്? ഹൈബ്രിഡൈസേഷൻ, വർഗ്ഗസങ്കരണം. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, 7th നമ്മൾ ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ആണ് അദ്ദേഹം പീ പ്ലാന്റ്സിൽ നടത്തിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ പരീക്ഷണങ്ങളിൽ നിന്നാണ് ജെനറ്റിക്സ് എന്ന ആ ഒരു ബ്രാഞ്ച്, എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഉത്ഭവിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രിഗർ ജോഹാൻ മെൻഡൽ എങ്ങനെയാണ് അത്തരം എക്സ്പെരിമെന്റ്സ് നടത്തിയത് എന്നതിനെ കുറിച്ചാണ്. അതിനു മുന്നായി നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ഗ്രിഗർ ജോഹാൻ മെൻഡൽ അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്, പള്ളിയിലെ അച്ഛൻ എന്ന് പറയില്ലേ, അപ്പോൾ ഒരു പള്ളിയിലെ അച്ഛനാണ് ആര്? മെൻഡൽ എന്ന് പറയുന്നത്. സോ ഗ്രിഗർ ജോഹാൻ മെൻഡൽ എന്ന് പറയുന്നത് ഒരു പ്രീസ്റ്റാണ്. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ, ഒരു പ്രീസ്റ്റിന്റെ വേഷമൊക്കെയല്ലേ അദ്ദേഹത്തിനുള്ളത്. ബോൺ ഇൻ 1822 അറ്റ് ബ്രൺ, ഓസ്ട്രിയ. ഓസ്ട്രിയയിലെ ബ്രൺ എന്ന സ്ഥലത്ത് 1822 അദ്ദേഹം ജനിച്ചത്. He studied the inheritance of 7 pairs of contrasting traits in pea plants, scientifically known as Pisum sativum. പീ എന്ന് പറയുന്നത് പയറാന്ന് പറഞ്ഞു അല്ലേ. ഈ പയർ ചെടിയുടെ സയന്റിഫിക് നെയിമാണ് പൈസം സറ്റൈവം. അതായത് 7 ജോഡി വിപരീത ഗുണങ്ങളെയാണ് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ പറയാം, പയർ ചെടിയിലല്ലേ അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പയർ ചെടിയുടെ ഒരു സ്വഭാവം എടുത്തു, ഒരു ഇൻഹെറിറ്റൻസ്, ദാറ്റ് മീൻസ് ഉയരം, ഹൈറ്റ് എടുത്തു. ആ ഹൈറ്റിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗുണങ്ങളാണ് എന്തൊക്കെ? ഹൈറ്റ് ഉള്ളതും ഹൈറ്റ് ഇല്ലാത്തതും അല്ലേ. അങ്ങനെയുള്ള 7 pairs ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെന്റിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്നാൽ പോകെ പോകെ മനസ്സിലായി വരും കേട്ടോ. എന്താണ് ഈ ട്രേറ്റ്സ്, എന്താണ് ഈ ഇൻഹെറിറ്റൻസ് എന്നെല്ലാം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിലായിരിക്കും. ഇപ്പോൾ പറയുമ്പോൾ എന്താണ് ഈ ട്രേറ്റ്, എന്താണ് ഈ കോൺട്രാസ്റ്റിംഗ്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇനി പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. പയർ ചെടിയിലുള്ള, പീ പ്ലാന്റ്സിലുള്ള 7 pairs ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ് അദ്ദേഹം പരീക്ഷണങ്ങൾക്കായിട്ട് എടുത്തിട്ടുള്ളത്. He formulated the laws of inheritance by analyzing the inheritance of characters like height of plants, position of flower, shape of seed, color of seed coat, color of cotyledon, color of fruit and shape of fruit. ഇങ്ങനെയുള്ള 7 pairs ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആണ് അദ്ദേഹം പരീക്ഷണങ്ങൾക്കായിട്ട് എടുത്തിട്ടുള്ളത്. അതാണ് നേരത്തെ പറഞ്ഞ 7 pairs എന്ന് പറഞ്ഞത് കേട്ടോ. ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ഹൈറ്റ് ഓഫ് പ്ലാന്റ്സ് ഒരു ഗുണം, പൊസിഷൻ ഓഫ് ഫ്ലവർ സെക്കൻഡ്, ഷേപ്പ് ഓഫ് സീഡ് തേർഡ് വൺ, കളർ ഓഫ് സീഡ് കോട്ട് ഫോർത്ത്, കളർ ഓഫ് കോട്ട്ലിഡൻ ഫിഫ്ത്ത്, കളർ ഓഫ് ഫ്രൂട്ട് സിക്സ്ത് ആൻഡ് ഷേപ്പ് ഓഫ് ഫ്രൂട്ട്. അങ്ങനെയുള്ള 7 ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹത്തിന് പരീക്ഷണങ്ങൾക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരൊറ്റ ക്യാരക്ടറിൽ തന്നെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഉണ്ട്. ഹൈറ്റ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ഉള്ളതും ഹൈറ്റ് ഇല്ലാത്തതും, അങ്ങനെയാണ് അവിടെ 1 പെയർ വരുന്നത്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ അതിൽ 2 കിട്ടി. ദെൻ പൊസിഷൻ ഓഫ് ഫ്ലവർ എന്ന് പറയുന്നത് ഒന്നുകിൽ ആക്സിയൽ റീജിയനിലായിരിക്കാം അല്ലെങ്കിൽ ടെർമിനൽ റീജിയനിലായിരിക്കാം ആ ഒരു ഫ്ലവർ ആ ഒരു ചെടിയിൽ ഉണ്ടാവുക. അപ്പോൾ 2 കണ്ടോ. അതുകൊണ്ടാണ് 7 pairs, 7 ക്യാരക്ടേഴ്സും അതിൻ്റെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എടുത്തു. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാരക്ടറാണ്, അതെടുത്തു. അതിന് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എന്തൊക്കെയാണ്? ഹൈറ്റ് ഉള്ളതും ഹൈറ്റ് ഇല്ലാത്തതും. ഇനി പൊസിഷൻ ഓഫ് ഫ്ലവർ എടുത്തു, അത് സെക്കൻഡ് ക്യാരക്ടർ അല്ലേ. ആ സെക്കൻഡ് ക്യാരക്ടറിൻ്റെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഏതൊക്കെയാണ്? ആ ഒരു ഫ്ലവർ ആക്സിയൽ റീജിയൻ, അതായത് വശങ്ങളിൽ വിരിഞ്ഞുണ്ടാവുന്നു. ഇനി ടെർമിനൽ പോർഷനിൽ, അതായത് അറ്റത്ത് അഗ്രഭാഗത്ത് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോ, ഒരു ക്യാരക്ടറിൻ്റെ തന്നെ 2 ഗുണങ്ങളാണ് അദ്ദേഹം എന്തിനെടുത്തിട്ടുള്ളത്? എക്സ്പെരിമെന്റിന് എടുത്തത്. ഈ 2 ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും 2 ട്രേറ്റ് ആണ് അദ്ദേഹം എന്തിനെടുത്തിട്ടുള്ളത്? ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? His studies on inheritance, he explained that each character is controlled by a pair of factors, which he illustrated using symbols.
ഇനി അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം എത്തിയിട്ടുള്ള കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് പറയുന്നത് ഈച്ച് ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് ഫാക്ടേഴ്സ്. ഓരോ ക്യാരക്ടറും കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് എ പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. രണ്ട് ഘടകങ്ങളാണ്. ഒരു പെയർ എന്ന് പറയുന്നത് എന്താ? രണ്ട് എന്നല്ല അർത്ഥം. അപ്പോൾ എ പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ആ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് എ പെയർ ഓഫ് ഫാക്ടർ ആണ്. ഏതൊക്കെയാണ്? ഹൈറ്റ് ഉള്ളതും ഹൈറ്റ് ഇല്ലാത്തതും. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പൊസിഷൻ ഓഫ് ഫ്ലവേഴ്സ്, അതായത് പൂവിൻ്റെ സ്ഥാനം, ചെടികളിൽ പൂവിൻ്റെ സ്ഥാനം ഏത് ചെടിയിലാണ്? പയർ ചെടിയിൽ. അത് നോക്കിയിട്ട് അദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആക്സിയൽ റീജിയണിൽ വളരുന്ന പൂവ്, ദാറ്റ് മീൻസ് വശങ്ങളിൽ വിരിയുന്ന പൂവ്, അതുപോലെ തന്നെ ടിപ്പ് പോർഷനിൽ, ടെർമിനൽ പോർഷനിൽ, ദാറ്റ് മീൻസ് അഗ്രഭാഗത്ത് വിരിയുന്ന പൂവ്. അപ്പോൾ രണ്ടിൻ്റെയും പൊസിഷൻ വേറെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയും എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത് എ പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ഹൈറ്റ് ഉള്ളതും ഹൈറ്റ് ഇല്ലാത്തതും. അതുപോലെ തന്നെ പൊസിഷൻ ഓഫ് ഫ്ലവർ എന്ന ആ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന എ പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ആക്സിയൽ റീജിയണിൽ വിരിയുന്ന പൂവും ടെർമിനൽ പോർഷനിൽ വിരിയുന്ന പൂവും. കണ്ടോ? അങ്ങനെയുള്ള ഈ 7 ക്യാരക്ടറിനും എ പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ 1866 ഹിസ് ഫൈൻഡിങ്സ് were published but they failed to get due recognition. 1866 ഇദ്ദേഹത്തിൻ്റെ ഈ പരീക്ഷണങ്ങളോട് ചെയ്തിട്ടുള്ള ആ കൺക്ലൂഷൻ ഉണ്ടല്ലോ, നിഗമനം, അതെല്ലാം പബ്ലിഷ് ചെയ്തു വന്നു. എന്നാൽ എല്ലാവരുടെയും ഒരു ശ്രദ്ധ കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആരും അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റും അതുപോലുള്ള ആ ഒരു കൺക്ലൂഷനൊന്നും ആരും തന്നെ ശ്രദ്ധിച്ചില്ല എന്ന് തന്നെ പറയാം. ഇൻ 1884 ഹി ഡൈഡ്. 1884 അദ്ദേഹം മരിച്ചു. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹിസ് ഫൈൻഡിങ്സ് വാസ് ഐഡൻറ്റിഫൈഡ് ബൈ റിസർച്ച് വർക്ക്സ് കണ്ടക്റ്റഡ് ലേറ്റർ. എന്നാൽ അതിനുശേഷം കുറേയധികം പേര് ഈ ഒരു ജെനറ്റിക്സ് എന്ന ഒരു ബ്രാഞ്ചിൽ ധാരാളം പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഫൈൻഡിങ്സ് കാണാനായിട്ട് ഇടയായത്. അങ്ങനെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലായത് ഇദ്ദേഹം ഇതെല്ലാം മുന്നേ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ്. എന്നാൽ ആരും തന്നെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്ന് പിന്നീടാണ് മനസ്സിലായത്. സോ പിന്നീട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫൈൻഡിങ്സ് കണ്ടെത്തുന്നതും ആ പരീക്ഷണങ്ങളെ അവർ ഫോളോ ചെയ്തതും. ഓക്കെ, അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തൊന്നും യാതൊരു തരത്തിലുള്ള റെക്കഗ്നൈസേഷനും കിട്ടിയില്ല. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഫൈൻഡിങ്സ് കണ്ടെത്തി മനസ്സിലാക്കിയത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് എക്സ്പെരിമെൻറ്റ്സ് ഓഫ് മെൻഡൽ. The hybridization experiment conducted on the basis of 2 contrasting traits of the character height in pea plant. സോ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അദ്ദേഹം എന്താണ് എടുത്തിട്ടുള്ളത്? പീ പ്ലാന്റ് എടുത്തു. നമ്മൾ പറഞ്ഞു എല്ലാ പരീക്ഷണങ്ങളും എന്തിലാണ് നടത്തിയിട്ടുള്ളത്? പയർ ചെടിയിലാണ്. ഈ ഒരു പീ പ്ലാന്റിൻ്റെ ഒരു ക്യാരക്ടർ എടുത്തു. ആ ക്യാരക്ടർ ഏതാണ്? ഹൈറ്റ് ആണ്. സോ ക്യാരക്ടർ ഏതാണ്? ഹൈറ്റ്. 7 ക്യാരക്ടേഴ്സ് അദ്ദേഹം എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതിൽ ഒരു ക്യാരക്ടർ എടുത്തു, ഹൈറ്റ്. ഈ ഹൈറ്റിൻ്റെ തന്നെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഏതൊക്കെയാണ്? ഹൈറ്റ് ഉള്ളതും ഹൈറ്റ് ഇല്ലാത്തതും. ഈ 2 ചെടികളിലും എന്ത് നടത്തി അദ്ദേഹം? ഹൈബ്രിഡൈസേഷൻ, വർഗ്ഗസങ്കരം നടത്തി. ആ ഒരു എക്സ്പെരിമെൻ്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത്. ആ സിമ്പിൾസ് എന്താണെന്നൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ അച്ഛനും അമ്മയും വേണ്ട പോലെ തന്നെ ഒരു ചെടി ഉണ്ടാവണമെങ്കിലും എന്ത് വേണം? പാരൻ്റൽ പ്ലാന്റ്സ് വേണം. സോ പാരൻ്റൽ പ്ലാന്റ്സ് ആണ് അദ്ദേഹം എടുത്തത്. നമ്മൾ പറഞ്ഞു എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്? പീ പ്ലാന്റ്സിലെ ഹൈറ്റിനെ, ഉയരത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ആ ഉയരത്തെ അടിസ്ഥാനമാക്കുമ്പോൾ അദ്ദേഹം എടുത്തുള്ള കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഏതൊക്കെയാണ്? ഉയരമുള്ളതും ഉയരമില്ലാത്തതും. അപ്പോൾ ഇവിടെ കാണുന്നത് ഉയരമുള്ള ചെടിയാണ് അല്ലേ, ടോളസ്റ്റ് പ്ലാന്റ് ആണ്. എന്നാൽ ഇവിടെയുള്ളതോ ഡ്വാഫ് ആണ്, ദാറ്റ് മീൻസ് ഉയരം കുറഞ്ഞിട്ടുള്ള ചെടിയാണ്. അപ്പോൾ ഹൈറ്റ് എന്ന ക്യാരക്ടറിൻ്റെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ടോളും എടുത്തു, ഡ്വാഫും എടുത്തു. മനസ്സിലായല്ലോ? ഈ ടോളസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചെടിക്ക് സിമ്പിൾ കൊടുത്തത് ക്യാപിറ്റൽ ലെറ്റർ ടി ആയിട്ടാണ്. എന്തായിട്ടാണ്? ക്യാപിറ്റൽ ലെറ്റർ ടിയിലാണ് ഈ ഒരു ടോളസ്റ്റ് പ്ലാന്റിന് അദ്ദേഹം സിമ്പിൾ നൽകിയത്. ദെൻ ഡ്വാഫ്, അതായത് ഉയരം കുറഞ്ഞ ചെടിക്ക് അദ്ദേഹം സിമ്പിൾ നൽകിയത് സ്മോൾ ലെറ്റർ ടി ആണ്. കണ്ടോ? അപ്പോൾ ഉയരം കുറഞ്ഞത് എന്ന അർത്ഥത്തിൽ എന്താണ്? സ്മോൾ ലെറ്റർ ടിയും കൊടുത്തു. ദെൻ ഉയരം കൂടിയത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം ക്യാപിറ്റൽ ലെറ്റർ ടിയും കൊടുത്തു. ഇനി ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ടാണ്, എന്തുകൊണ്ട് ഡി കൊടുത്തില്ല? അത് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവില്ല. എന്താണ് ഡി എന്നൊന്നും മനസ്സിലാവില്ല. കാരണം ഒരുപാട് ചെടികൾക്ക് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കൊടുത്തത് എന്താണ്? ടി എന്നത് എന്താ? ടോളാണ്. ഇനി സ്മോൾ ലെറ്റർ ടി കൊടുത്തത് എന്താ? അതിന് ഉയരം കുറഞ്ഞതെന്ന് മനസ്സിലാക്കാം. അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം സിമ്പിൾ നൽകിയിട്ടുള്ളത്. സോ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടി എന്ന് പറയുന്നത് ടോളസ്റ്റ് പ്ലാന്റിനെയും സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നത് ഡ്വാഫ് പ്ലാന്റ്സിനെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾസ് ആണ്. ടോളസ്റ്റ് പ്ലാന്റിന് അദ്ദേഹം കൊടുത്ത സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ ടിയും ദെൻ ഡ്വാഫ് പ്ലാന്റ്സിന് അദ്ദേഹം കൊടുത്ത സിമ്പിൾ സ്മോൾ ലെറ്റർ ടിയുമാണ്. ഇവ തമ്മിലാണ് ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്. സോ ഗാമീറ്റ്സ് ഏതൊക്കെയാണ് കിട്ടുന്നത്? ഇവിടെ 2 ക്യാപിറ്റൽ ലെറ്റർ ടി ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് വരും?
ഒരു ക്യാപിറ്റൽ ലെറ്റർ ടി ആണ് ഗാമീറ്റ്സ് ആവുന്നത്. ദെൻ ഇവിടെയോ സ്മോൾ ലെറ്റർ ടിയും രണ്ടും ഒരുപോലെയല്ലേ, അപ്പോൾ ഒരു സ്മോൾ ലെറ്റർ ടി എന്തായി എടുത്തു, ഗാമീറ്റ്സ് ആയിട്ട് എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? രണ്ടും ഒരുപോലെ ആയ കാരണമാണ് നമ്മൾ എന്തെടുത്തുള്ളത്, ഗാമീറ്റ്സ് ക്യാപിറ്റൽ ലെറ്റർ ടി മാത്രമായിട്ട് എടുത്തത് കേട്ടോ. ഇവിടെയും ഒരുപോലെ ഉള്ളതല്ലേ, കാരണം രണ്ട് സ്മോൾ ലെറ്റേഴ്സ് ആണ്. സോ ഇവിടെ എന്തെടുത്തു, ഗാമീറ്റ് എന്നാണ്, സ്മോൾ ലെറ്റർ ടി ആണ്. ഈ പ്ലാന്റ്സ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്ലാന്റ് എന്താണ്, ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ ലെറ്റർ ടി ഉണ്ട്, സ്മോൾ ലെറ്റർ ടി ഉണ്ട്. ഇവിടുത്തെ ക്യാപിറ്റൽ ലെറ്റർ ടി ഈ ഒരു പ്ലാന്റിൻ്റെ പാൻഡൽ പ്ലാന്റ് അല്ലേ, ദെൻ ഈ ഒരു പാൻഡൽ പ്ലാന്റ് എന്ത് കിട്ടി, സ്മോൾ ലെറ്റർ ടിയും കിട്ടി. സോ ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ടിയും കൂടി ചേർന്നാണ് എന്ത് നമുക്ക് കിട്ടുന്ന പ്ലാന്റ്. ഹൈബ്രിഡൈസേഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ടിയുമാണ്. എന്നാൽ ആ പ്ലാന്റിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് പറയും, ടോളസ്റ്റ് പ്ലാന്റ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, ടോളസ്റ്റ് പ്ലാന്റ്. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറയുന്നത് ടോളസ്റ്റ് പ്ലാന്റ് ആണ്. സോ ഈ ഒരു ചെടി എന്താണ്, ടോളസ്റ്റ് ആയിരിക്കും. സ്മോൾ ലെറ്റർ നമ്മൾ കൺസിഡർ ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം. സോ ഫസ്റ്റ് ജനറേഷനിലെ പ്ലാന്റ് എന്താണ്, ടോളസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ ടോളസ്റ്റ് പ്ലാന്റ് കിട്ടിയത്, ഡാഫ് പ്ലാന്റ് എന്തുകൊണ്ടാണ് വരാഞ്ഞത്, ഈ ടോളസ്റ്റിൻ്റെയും ഡാഫിൻ്റെയും ഇടത്തരത്തിലുള്ള ഒരു സസ്യം എന്തുകൊണ്ട് വന്നില്ല, ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്തു പോയത്. ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ദ ക്യാരക്ടർ ഓഫ് പീ പ്ലാന്റ്സ് കൺസിഡേർഡ് ഇൻ ദിസ് എക്സ്പെരിമെന്റ്. സോ പീ പ്ലാന്റ്സിലുള്ള ഏത് ക്യാരക്ടറാണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്, ഹൈറ്റ് ആണ് അല്ലേ, ഹൈറ്റ് ആണ് കേട്ടോ. ദ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഓഫ് ദിസ് ക്യാരക്ടർ. സോ ഹൈറ്റ് എന്ന ക്യാരക്ടറിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഏതൊക്കെയാണ്, ടോളും ഡോഫുമാണ്. ആ രണ്ട് പ്ലാന്റ്സ് തമ്മിലല്ലേ നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്തത്. അതിലൂടെ നമുക്ക് കിട്ടിയത് എന്താണ്, F1, ദാറ്റ് മീൻസ് ഫസ്റ്റ് ജനറേഷൻ കിട്ടി. അതെന്ത് തന്നെയാണ്, ടോളസ്റ്റ് ആണ്. ദ ട്രേറ്റ്സ് ദോസ് വർ അപ്പാരന്റ് ആൻഡ് നോട്ട് അപ്പാരന്റ് ഇൻ ദി ഫസ്റ്റ് ജനറേഷൻ. സോ അപ്പാരന്റ് മീൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്, പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആ ഒരു ഗുണം എന്താണ്, ടോളസ്റ്റ് ആണ്. അവിടെ അപ്പാരന്റ് ആവാത്തത് ഏതാണ്, ഡോഫുമാണ് കേട്ടോ. സോ ടോളസ്റ്റ് പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയത്, ഡോഫ് പ്ലാന്റ് നമുക്ക് കിട്ടിയില്ല. ഡിഫറൻസ് ഇൻ ദി ഫാക്ടേഴ്സ് ഓഫ് ടോൾ പാരന്റ് പ്ലാന്റ് ആൻഡ് ദി ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ടോൾ പാരന്റ് പ്ലാന്റ് ആണിത് അല്ലേ. ഈ ടോളസ്റ്റ് പാരന്റ് പ്ലാന്റിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടി തന്നെയാണ് അല്ലേ. എന്നാലോ F1 ജനറേഷനിൽ നമുക്ക് കിട്ടിയ പ്ലാന്റ് എന്ത് തന്നെയാണ്, ടോൾ ആണ്. പക്ഷെ അതിന്റെ ഫാക്ടേഴ്സ് വ്യത്യസ്തമല്ലേ, ക്യാപിറ്റൽ ലെറ്റർ ടി ഉണ്ട്, സ്മോൾ ലെറ്റർ ടി ഉണ്ട്. എന്നാൽ ഇവിടെയോ ക്യാപിറ്റൽ ലെറ്റർ ടി മാത്രമേ ഉള്ളൂ. ഇനി പോകെ പോകെ നമ്മൾ ഒരുപാട് ഇതേപോലെ എക്സ്പെരിമെന്റ്സ് പഠിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ശ്രദ്ധിച്ചു വെക്കുക, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒരു ചെടിക്ക് ഉണ്ടോ, ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് നമ്മൾ സിമ്പിൾ കൊടുക്കുമല്ലോ, അതൊരു ചെടിയിലുണ്ടോ, അതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സ്മോൾ ലെറ്റേഴ്സിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററുമായി വരുന്ന ഒരു പ്ലാന്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സിന്റെ സവിശേഷതയായിരിക്കും നമ്മൾ ആ പ്ലാന്റിന് കൊടുക്കുക. സ്മോൾ ലെറ്റർ ടീനെ അല്ലെങ്കിൽ സ്മോൾ ലെറ്റേഴ്സിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. എന്നാൽ സ്മോൾ ലെറ്റേഴ്സ് മാത്രമായിട്ടാണ് രണ്ടും വരുന്നത് വെച്ചെങ്കിൽ മാത്രമാണ് ആ സ്മോൾ ലെറ്ററിൻ്റെ ആ ഒരു ക്യാരക്ടർ നമ്മൾ അതിന് കൊടുക്കുള്ളൂ. എന്നാൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒരു ചെടിയുടെ സിമ്പിളായി വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ സവിശേഷത മാത്രമേ ആ പ്ലാന്റിന് കൊടുക്കുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇത് ഏതാണ് പ്ലാന്റ്, ടോളസ്റ്റ് പ്ലാന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ജീൻസ് ആൻഡ് അലീൽസ്. Grigar Mendel assumed that the inheritance of characteristics from parents to offspring is by certain factors transferred through gametes. മാതാപിതാക്കളിൽ നിന്ന്, പാരൻസിൽ നിന്ന് ഓസ്പ്രിങ്സിന്, കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു സവിശേഷതകൾ, ഫീച്ചേഴ്സ് എന്തിലൂടെയാണെന്നാണ് പറയുന്നത്, ഗാമീറ്റ്സിലൂടെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗാമീറ്റ്സ് എന്ന്. സോ ആ ഒരു ഗാമീറ്റ്സിലൂടെയാണ് മാതാപിതാക്കളിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് കുട്ടികൾക്ക് കിട്ടുന്ന സവിശേഷതകൾ വരുന്നതെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. It was discovered on the basis of later studies that the factors are the genes present in the chromosomes of the nucleus. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അസംഷൻ ഒരു കൺക്ലൂഷനിലേക്ക് വന്നത്. ദാറ്റ് മീൻസ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ജീൻസ് ഉണ്ടെന്നല്ലേ. ഈ ഒരു ജീൻസിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾക്കുണ്ടാവുന്ന ആ ഒരു ഫീച്ചേഴ്സിന് കാരണം എന്ന് കണ്ടെത്തി. പിൽക്കാലത്ത് കണ്ടെത്തിയ കാര്യമാണ് കേട്ടോ. എ ജീൻ ദാറ്റ് കൺട്രോൾസ് എ ക്യാരക്ടർ ഹാസ് ഡിഫറെൻറ്റ് ഫോംസ്. ഒരു ക്യാരക്ടർ, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു ജീനിന് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദേ ആർ കോൾഡ് അലീൽസ്. അവയെ അലീൽസ് എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ആ ഹൈറ്റിനെ നിയന്ത്രിക്കുന്ന ജീൻസിന് എന്തുണ്ട്, ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. കാരണം ഉയരം കൂടുതലുണ്ട്, ഉയരം കുറവുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചുള്ളൂ. എ ജീൻ ദാറ്റ് കൺട്രോൾസ് എ ക്യാരക്ടർ ഹാസ് ഡിഫറെൻറ്റ് ഫോംസ്. അതിന് പറയുന്ന പേരാണ് അലീൽസ്. എന്താണ് പറയുന്നത്, അലീൽസ്. ജനറലി എ ജീൻ ഹാസ് 2 അലീൽസ്. അപ്പോൾ നമുക്ക് പറയാം ഒരു ജീനിന് 2 അലീൽ ഉണ്ടെന്ന്. For example, capital letter T and small letter t are the different alleles of the gene that controls the character height. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഹൈറ്റ് എന്ന ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന 2 അലീൽസ് ആണ്. അതാണ് ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ടിയും. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറയുന്നത് ടോളസ്റ്റുമാണ്, സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നത് ഡോഫുമാണ്. ദ അലീൽ ക്യാപിറ്റൽ ലെറ്റർ ടി ഡിറ്റർമിൻസ് ദ ട്രേറ്റ് ടോൾനെസ് ആൻഡ് ദി അലീൽ സ്മോൾ ലെറ്റർ ടി ഡിറ്റർമിൻസ് ദ ട്രേറ്റ് ഡോഫ്നെസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെ,
ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറയുന്നത് ടോൾനെസ്, ദാറ്റ് മീൻസ് ഹൈറ്റ് ഉള്ളതിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നത് ഡോഫ്നെസ്, ഉയരം കുറവുള്ളതിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. The allele that determines the dominant trait in the first generation is generally indicated by a capital letter, and the allele that determines the recessive trait is indicated by a small letter. So ഇവിടെ കാണുന്ന ഫസ്റ്റ് ജനറേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, ഇതല്ലേ ഫസ്റ്റ് ജനറേഷൻ. ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിലെ ഏത് ക്യാരക്ടറാണ് ഡോമിനന്റ് ആയി നിൽക്കുന്നത് അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കും സൂചിപ്പിക്കുക. ഇവിടെ ഏത് ക്യാരക്ടറാണ് ഡോമിനന്റ് ആയിട്ടിരിക്കുന്നത്? ടോൾ ആണല്ലേ. ഈ ടോളിന്റെ ആ ലെറ്റർ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ അല്ലേ. ഈ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ ഇവിടെ ഡോമിനന്റ് ആയിട്ടിരിക്കുന്നത്. എന്നാൽ ഈ സ്മോൾ ലെറ്റർ എന്താണ്? ഡോഫ്നെസ് ആണ്. ഈ പ്ലാന്റ് ഡോഫ് ആണോ? അല്ല. അപ്പോൾ അതെന്തായിരിക്കും? റെസസീവ് ആയിരിക്കും, അതായത് ഒളിഞ്ഞിരിക്കുക എന്ന് പറയും. സോ ഡോമിനന്റ് ആയിട്ടുള്ള ട്രേറ്റ് എന്ന് പറയുന്നത് പ്രകടമായിട്ടുള്ളത്, റെസസീവ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്നതാണ് അർത്ഥം, ഗുപ്തം എന്ന് പറയും. ഓക്കെ, സോ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിലെ ഡോമിനന്റ് ആയിട്ടുള്ള ട്രേറ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സിലും റെസസീവ് ആയിട്ടുള്ള ട്രേറ്റ് സ്മോൾ ലെറ്റർ ടിയിലുമാണ് സൂചിപ്പിക്കുന്നത്. സോ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തതിലൂടെ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, when plants that differ in a pair of contrasting traits are hybridized, only one trait is expressed while the other remains hidden in the offsprings of the first generation. രണ്ട് പ്ലാന്റ്സ്, ദാറ്റ് മീൻസ് എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സുള്ള രണ്ട് പ്ലാന്റ്സ് തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന F1 ജനറേഷനിലെ പ്ലാന്റിലെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഡോമിനന്റ് ആയി നിൽക്കുന്നു, ദാറ്റ് മീൻസ് എക്സ്പ്രസ് ചെയ്തിരിക്കും. എന്നാൽ മറ്റൊരു ക്യാരക്ടർ എന്താണ്? റിമെയിൻസ് ഹിഡൻ, ഒളിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ല ഇവിടെ ഉണ്ടായത്. ടോളസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറാണ് ഡോമിനന്റ് ആയി നിന്നത്, എക്സ്പ്രസ് ചെയ്തത്. എന്നാൽ മറ്റൊരു ക്യാരക്ടർ, ഉയരം കുറവ്, ഡോഫ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ എന്ത് ചെയ്തു? ഹിഡൻ ആയിരുന്നു, ഒളിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് F1 ജനറേഷനിൽ കിട്ടിയ പ്ലാന്റ് എന്താണ്? ടോളസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് അല്ലേ. സോ അതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കൺക്ലൂഷൻ. ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കൺക്ലൂഷനാണിത്. The fact that no intermediate plants were formed by the hybridization of tall and dwarf plants and the factor responsible for dwarfness remaining hidden persuaded Mendel to continue with his experiments. സോ ഈ ഒരു എക്സ്പെരിമെന്റ് തുടരാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് പ്ലാന്റ്സിൻ്റെയും ഇടയിലുള്ള ഒരു പ്ലാന്റ് അല്ല കിട്ടിയത്. ടോളസ്റ്റ് പ്ലാന്റും ഡോഫ്നസ് പ്ലാന്റും ഇടയിലുള്ള ഒരു പ്ലാന്റിൽ ഒരു ഇടത്തരം സസ്യമല്ല നമുക്ക് എന്തായി കിട്ടിയത്? F1 ജനറേഷനിൽ കിട്ടിയത്. അതുപോലെ തന്നെ ആ ഒരു F1 ജനറേഷനിലെ ഡോഫ്നസ് എന്ന ഒരു ക്യാരക്ടറിനെ കാണാനുമില്ല. അപ്പോൾ അത്തരം സംശയങ്ങൾ അദ്ദേഹത്തിന് ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. ഹി സെൽഫ് പോളിനേറ്റഡ് ദ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പൻ ടു ദി ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ഡോഫ്നസ് ഇൻ ദി ഫസ്റ്റ് ജനറേഷൻ. സോ ഫസ്റ്റ് ജനറേഷനിലെ ആ ഡോഫ്നസ് എന്ന ഒരു ക്യാരക്ടർ എവിടെ പോയി എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? നമുക്ക് ഫസ്റ്റ് ജനറേഷനിൽ ഒരു പ്ലാന്റ് കിട്ടിയില്ലേ? ഏത് പ്ലാന്റ് ആണ്? ടോളസ്റ്റ് പ്ലാന്റ് ആണ് കിട്ടിയത്. F1 ജനറേഷൻ ആണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് ജനറേഷനിൽ നമുക്ക് കിട്ടിയ ആ ഒരു പ്ലാന്റിനെ അദ്ദേഹം സെൽഫ് പോളിനേഷൻ ചെയ്തു, സ്വപരാഗണം ചെയ്തു. എന്നിട്ട് അദ്ദേഹം എന്ത് കണ്ടെത്തി? കുറച്ച് നിഗമനങ്ങളിലെത്തി. അതെന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് കിട്ടിയത് F1 ജനറേഷൻ ആണ്. സോ F1 ജനറേഷനിലെ പ്ലാന്റ് തന്നെ എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ ചെയ്തു. എന്നിട്ട് എവിടെയാണ് ആ ഡോഫ്നസ് എന്ന ക്യാരക്ടർ എന്ന് അദ്ദേഹം കണ്ടെത്താണ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, സെൽഫ് പോളിനേഷൻ ഓഫ് ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്. ഇതല്ലേ മക്കളെ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്? ടോളസ്റ്റ് ആണ്, പക്ഷെ അതിൻ്റെ ഓരോ സിമ്പിൾ നോക്കൂ, ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ടിയും ആണ്. നമ്മൾ നേരത്തെ F1 ജനറേഷനിൽ കിട്ടിയ പ്ലാന്റ് ആണ് കേട്ടത്. ഈ ഒരു പ്ലാന്റിനെ തന്നെയാണ് അദ്ദേഹം സെൽഫ് പോളിനേഷൻ ചെയ്തത്. മെന്റലിന്റെ ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ ടോളസ്റ്റ് പ്ലാന്റും ഡോഫ് പ്ലാന്റും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ക്യാപിറ്റൽ ലെറ്റർ ടീസ് മാത്രമേ ഉള്ളൂ ടോളസ്റ്റിൽ, എന്നാൽ ഡോഫിലോ സ്മോൾ ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, സെൽഫ് പോളിനേഷൻ ഓഫ് ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് ആണ്. അങ്ങനെയാകുമ്പോൾ ഇതിൽ രണ്ട് തരം ഗാമീറ്റ്സ് ആണ് കിട്ടുക. കണ്ടോ, ക്യാപിറ്റൽ ലെറ്റർ ടിയും ഉണ്ട്, സ്മോൾ ലെറ്റർ ടിയും ഉണ്ട്. ഇവിടെയോ ക്യാപിറ്റൽ ലെറ്റർ ടിയും ആണ്, സ്മോൾ ലെറ്റർ ടിയും ആണ്. ഇനി ഇവ തമ്മിലാണ് ഫ്യൂസ് ചെയ്യുന്നത്. നോക്കാം, ക്യാപിറ്റൽ ലെറ്റർ ടി ഇവിടെ കാണുന്ന സ്മോൾ ലെറ്റർ ടിയുമായി ചേർന്ന് ക്യാപിറ്റൽ ലെറ്റർ ടിയും കിട്ടി, സ്മോൾ ലെറ്റർ ടിയും കിട്ടി. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ ലെറ്റർ ടി ഇവിടെ കാണുന്ന ക്യാപിറ്റൽ ലെറ്റർ ടിയുമായി ചേർന്ന് ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ടി കിട്ടി. കണ്ടോ, രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കിട്ടുന്നത്. ഇനി ഇവിടെയുള്ള ഈ ഒരു സ്മോൾ ലെറ്റർ ടി ഉണ്ടല്ലോ, ഇതെന്തായി ചേരും? ഇവിടെ കാണുന്ന ക്യാപിറ്റൽ ലെറ്റർ ടിയുമായി ചേർന്ന് ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ടിയും ആയി മാറുന്നു. എന്നാൽ ഈ ഒരു സ്മോൾ ലെറ്റർ ടി ഇവിടെ കാണുന്ന സ്മോൾ ലെറ്റർ ടിയുമായി ചേർന്ന് രണ്ട് സ്മോൾ ലെറ്റർ ടി ആണ് കിട്ടുന്നത്. കണ്ടോ, അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്തായിരിക്കും? രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണല്ലേ. സോ ടോളസ്റ്റ് പ്ലാന്റ് ആണ്. ഇത് സെക്കൻഡ് ജനറേഷൻ ആണേ. ഇതെന്താണ്? ടോളസ്റ്റ് പ്ലാന്റ്. ഇനി ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ടിയും. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, രണ്ട് ലെറ്റേഴ്സ് വിപരീതമായിട്ടാണ് ഒരു പ്ലാന്റിന് വരുന്നതെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഏതാണോ അതായിരിക്കും ആ ഒരു പ്ലാന്റിൻ്റെ ഫീച്ചർ എന്ന്. സോ ഇവിടെ ഏതാണ്? രണ്ടും വന്നു അല്ലേ. ക്യാപിറ്റൽ ലെറ്റർ ടിയും വന്നു, സ്മോൾ ലെറ്റർ ടിയും വന്നു. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ ഫീച്ചർ എന്താണ്? ടോളസ്റ്റ് ആണ്. സോ ഈ പ്ലാന്റ് എന്താണ്? ടോളസ്റ്റ് പ്ലാന്റ് ആണ്. അതേപോലെ തന്നെയല്ലേ ഇവിടെയും ക്യാപിറ്റൽ ലെറ്റർ ടിയും ഉണ്ട്, സ്മോൾ ലെറ്റർ ടിയും ഉണ്ട്. ക്യാപിറ്റൽ ലെറ്റർ വന്നു, സ്മോൾ ലെറ്ററും വന്നു. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൻ്റെയാണ് എന്തെടുക്കേണ്ടത്? ആ ഒരു ഫീച്ചർ എടുക്കേണ്ടത്. സോ ഈ പ്ലാന്റും എന്ത് ടോളസ്റ്റ് ആണ്. ദെൻ ഇവിടെ നോക്കൂ, രണ്ടും സ്മോൾ ലെറ്റേഴ്സ് ആണ് അല്ലേ. രണ്ടും എന്താണ്? സ്മോൾ ലെറ്റേഴ്സ് ആണ്.
സോ അപ്പോൾ എന്താ എടുക്കേണ്ടത്? സ്മോൾ ലെറ്ററിൻ്റെയാണ് സവിശേഷത എടുക്കേണ്ടത്. സോ സ്മോൾ ലെറ്റർ ടി എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഡ്വാഫ് ആണ് അല്ലേ? ഡ്വാഫ് എന്ന് പറഞ്ഞാൽ ഉയരം കുറവുള്ള ചെടിയാണ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഉയരം കുറവുള്ള ചെടിയാണ്. ദാറ്റ് മീൻസ് ഡ്വാഫ് പ്ലാന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ അപ്പോൾ ആ ഒരു F1 ജനറേഷനിൽ ഒളിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഫീച്ചർ ഇവിടെ കിട്ടിയില്ലേ? ഡോഫ്നെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീച്ചർ അദ്ദേഹം എവിടെ കണ്ടെത്തി? F2 ജനറേഷനിലാണ് മെൻഡൽ കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ 3:1 പ്രൊപ്പോർഷനിലല്ല കിട്ടുന്നത്. ടോളാണ് 3 പ്ലാന്റ് എന്തായി? ടോളസ്റ്റ് പ്ലാന്റ് ആയി. ഒരു പ്ലാന്റ് മാത്രമാണ് ഡ്വാഫ് ആയത്. സോ 3:1 ആണ് സെക്കൻഡ് ജനറേഷൻ പ്ലാന്റ്സിൻ്റെ ആ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷൻ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തത്. കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷേ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ഡോമിനന്റ് ക്യാരക്ടേഴ്സ്, റെസസീവ് ക്യാരക്ടേഴ്സ്, ട്രേറ്റ്സ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് പഠിച്ചു പോകാവുന്നേ ഉള്ളൂ. ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കയ്യിലുള്ള PDF ഫയലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ നന്നായി വായിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Please subscribe my channel and share it. Thank you.